ലൈഫിൽ ഏറ്റവും ആഗ്രഹം പറഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടികളില്ല. അപ്പോൾ അതൊന്നും ഉണ്ടാകുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് അടിക്കും, നിങ്ങൾ യൂട്യൂബ് എടുത്ത് നടന്നോളി, നിങ്ങൾക്ക് ഇങ്ങനെ കുട്ടികളുണ്ടാകുക. നിങ്ങൾ തെറ്റിതാ നടക്കല്ലേ, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാകുക? കുട്ടികളില്ലാത്തതിനെ പറ്റി ഇമ്മത്തോരെ കമന്റ് കേൾക്കുമ്പോ ആഗ്രഹമുള്ളൂ. എത്ര മക്കളാ കുട്ടികൾ ഉണ്ടായിട്ട് കാണിക്കാത്താണോ? ഒരുപാടൊക്കെ അറിയാം നമുക്ക് കുട്ടികളില്ല. എനിക്ക് ആദ്യമൊക്കെ ഇപ്പൊ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നങ്ങാണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞ് ഒരു പരിപാടിക്ക് പോയാലും ഇങ്ങോട്ട് ചോദിക്കും കുട്ടികളില്ലാന്ന് അറിയാം, എന്നാലും ചോദിക്കും കുട്ടികളില്ലേ എവിടെയും കാട്ടിക്കൂടെ, 4 ആള് കൂടിക്കുന്ന ടൈമിലേക്ക് ആരും ചോദിക്കും. എപ്പോഴെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ ആള്? ഇഷ്ടമാണ്. അപ്പൊ ഞാൻ സ്പോട്ടിൽ എന്റെ വീട്ടുകാരെ കൊണ്ട് വെള്ളം കൊടുത്ത ഇതെന്തൊരു ഷോകായിട്ടിരിക്കണേ. ഷോകല്ല, അത് റൊമാൻസ് ആണ്. ഇങ്ങനെ അങ്ങനെ തന്നെ ഞങ്ങക്ക് മനസ്സിലാവും. എന്താ വന്ന് എനിക്ക് കാര്യം പറയാനുണ്ട്, കൊറേ ആയിട്ട് പറയണം എന്ന് വിചാരിച്ചിരുന്നു. ബാബുക്ക് നിങ്ങളെ ഭയങ്കര ഇവന്റെ നോട്ട് ശരി. ഇപ്പൊ പ്രേമിക്കല്ലോ, ഗിഫ്റ്റ് കൊടുക്കുമ്പോ അവർക്ക് ഉപകാരപ്പെടണം. ഞാനിപ്പോ ഒരു മൈൻഡ് അങ്ങനെ, നമ്മള് പ്രേമിച്ച് നടക്കുമ്പോ എങ്ങനെയാണെന്നറിയോ, ഞാൻ ഇപ്പൊ കൊടുക്കുന്ന ഷർട്ട് കൊടുക്കും, ഇന്നറിടും, നമ്മള് ഗിഫ്റ്റ് കൊടുക്കണം, പക്ഷെ ഒരിക്കലും ഉപകാരപ്പെടണം, ഓരത് ഇട്ട് കാണണം എന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക്. ഞാന് എന്റെ 18ാം വയസ്സില് ഞാൻ ഗൾഫ് പോയിക്കുന്നു. അപ്പൊ ദുബായിക്ക് ഒരു വിസ വന്നു. എനിക്ക് ദുബായ് സിനിമ കണ്ടല്ലോ, എന്തോ സംഭവമാണ്, അവിടെ പോയി അടിച്ചു പൊളിച്ചാറാണ്. ഞാൻ 18ാം വയസ്സിൽ പാസ്പോർട്ടൊക്കെ എമർജൻസി എടുത്ത് ഞാൻ വിട്ടു. അങ്ങനെ എനിക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയില്ല, കാരണം എന്നെ അങ്ങനെ നോക്കിയത് എൻ്റെ അമ്മ. അങ്ങനെ അവിടുന്ന് എല്ലാ സാധനവും ഞാൻ ഒരുപാട് ഐറ്റംസ് ഞാൻ പഠിച്ചു. പഠിച്ച് അത് ആദ്യം ഒരു തബ്ബാക്ക് എന്നാ പറയാം, ആദ്യം ഒരാളുടെ മോൻ പഠിപ്പിച്ചു തന്നു. നമ്മൾ എന്നോട് ഞാൻ ഇന്നൊരു ടാക്സിയിലാണ് ഒരു കൊണ്ടുപോകാൻ വന്നത്. ചെന്നിറങ്ങിയപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, ഫുള്ള് ലൈറ്റ്, ഭയങ്കരമായ ലോകം. പിന്നെ ഇതിങ്ങനെ പോയി ദുബായിൽ നിന്ന് പോയി കണ്ട് ഒരു മറവുമാർ സ്ഥലത്താണ്, ഒരു ഗ്രാമത്തിലാ. പിന്നെ ലീവില്ല, ഒരു ദിവസം ലീവ് വെച്ചാൽ തരില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ജോലി എനിക്കൊരു, എൻ്റെ ഇപ്പല്ലേ ഒരു പണ്ടാരിയാണ്, ഇപ്പം സെപ്പറേറ്റ് ആണ്. എൻ്റെ ഇപ്പം ഒരു പണ്ടാരിയാണ്. എനിക്ക് ഈ ഫീൽഡ് ഒരു ഇഷ്ടത്തൊരു ഫീൽഡാണ് ഈ പണ്ടാരിപ്പണി, കുക്കിങ്. അപ്പം ഞാൻ ഇതിൽ തന്നെ പെട്ടു. അപ്പം ഞങ്ങൾക്ക് തോന്നി ഞാൻ അത് നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോകും. ഈ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള ആരാ? ഞാൻ വിളിക്കലാ. നമ്മളവിടെ അങ്ങനെ സാധാരണ ഒരു കല്യാണം കഴിച്ച് പോയ വീട്ടില് ഇത്ര ടൈമിൽ നീക്കണം എന്നൊക്കെ ഉണ്ട്. ഈ ഒരു മലയാളി ടച്ച് അല്ല, രാവിലെ പൊതുവെ എല്ലാവരും കല്യാണം കഴിച്ച് രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുക. എനിക്ക് 6 മണിക്ക് ഞാൻ ഇടിക്കും. എപ്പോ കടന്നാലും എനിക്കൊരു ആ നേരത്തൊന്നും ഇടിക്കണം ഇടിച്ച് ചേലായി അങ്ങനെ. പിന്നെ ജിമ്മിനൊക്കെ പോയി, ഇപ്പൊ ജിമ്മിന് പോയില്ല, കുറച്ച് ലീവാണ്. ഞാൻ രാവിലെ വിളിക്കും, നീച്ച് തരാനുണ്ട്. നമ്മള് നിസ്കരിച്ചാണ്ട് കിടക്കും. ഞാൻ നിസ്കരിച്ചാണ്ട് കിടന്നാ പിന്നെ നീക്കാൻ കുറച്ച് പണിയുണ്ട്. പിന്നെ ചിലപ്പോ 7 ആവും. അപ്പൊ ഞാൻ ഞാൻ പറയും ഇതിലോ നീച്ച 7 ആയി അറിയും. ഇമ്മ രാവിലെ നിൽക്കും, 4:30 ഉറങ്ങൂല, പോലും ഞാൻ ഉറങ്ങും. ഉറങ്ങും. ഇമ്മ 4:30 പിന്നെ ഉറങ്ങൂല. നമുക്ക് ഒരു 7 മണി to 8 മണിന്റെ ഉള്ളിൽ എങ്ങാണ്ട് നീക്കും. മുപ്പറയാളിനെ വിളിക്കല്, അലാറില്ല. സാധാരണ മാപ്പിളാരോട് പെണ്ണുങ്ങളാണ് പറയാ, പെണ്ണുങ്ങളോട് മാപ്പിളാരെ പറയടി ഞാൻ പറഞ്ഞു ബാബു നാളെ നമുക്ക് ഇവള് ചില ദിവസങ്ങളാകുമ്പോ നേരത്തെ നിൽക്കേണ്ട സാഹചര്യം വരും. ഒരു 6 മണിക്ക് നിൽക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഇവള് അലാറം വെക്കും 4 മണിക്ക്, 4:30, 5 മണി, 5:30. അവിടുന്ന് തുടങ്ങിയാലേ നമുക്ക് ആ ടൈം ഓള് നീക്കൂല. ഞാനീ 4:00 സൗണ്ട് അപ്പൊ നിൽക്കും. ഞാൻ പറഞ്ഞില്ലോ അലാറം ഓഫാക്കി അറിയും. അങ്ങനെ ലാസ്റ്റ് ഇന്റെ ഉറക്കം പോകും, കടന്നു ആളാണ്. ഓക്കെ, അടുത്തത്
ആള് കുക്ക് ചെയ്യുന്നതില് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് അത് ആള് പറയട്ടെ. അത് ഓൾറെഡി മനസ്സിൽ വെക്കൂ. വേറെ ഒന്നുണ്ട്, ഞാനിപ്പോ കൊറേ ആയിട്ട് ഉച്ചക്ക് ഫുഡ് ഉമ്മ ഉണ്ടാക്കല്. ഉച്ചക്കുള്ള എല്ലാ ഫുഡും ഞാൻ രാവിലത്തെ കുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. രാവിലെ അതങ്ങനല്ല, വീട്ടിലില്ലേ രാവിലത്തെ ഓളുണ്ടാക്കും, ഞാൻ ഉണ്ടാക്കും. ഉച്ചക്കത്തെ ഉമ്മ ഉണ്ടാക്കും. അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെയാണ്. ഇമ്മ ഉണ്ടാക്കല് ഉച്ചക്കത്തെ ഉണ്ടാക്കൂല, ഉണ്ടാക്കി അതാണ് അങ്ങനെ സാധന അങ്ങനെ ഓക്കെ. ഞാൻ കൊറേ ഉണ്ടാക്കിട്ട് ഉച്ചക്ക്. പക്ഷെ ഞാൻ ഇപ്പൊ ഉണ്ടാക്കാതായി ഉണ്ടാക്കല് കുറച്ച് പണിയാണ്. റമദാനൊക്കെ വന്നാൽ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയും. ഓരോ മോഡല് ഭയങ്കര ആദ്യമൊക്കെ ഇത് പണിയില്ലല്ലോ, യൂട്യൂബ് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനത്തെ പണിയില്ലല്ലോ. ഫ്രണ്ട്സ് ഒക്കെ ആദ്യക്കല്ല ഇതാക്കില്ല നോമ്പിന് ഇവര് ആൺകുട്ടികളെല്ലാരും കൂടി കൊറോണ ടൈമിലില്ലേ ആർക്കും ഒരു പരിപാടി ചെയ്യില്ല. അപ്പൊ എന്റെ വീടിന്റെ കുറച്ച് അപ്പുറത്തൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ രാത്രി ഒരു 12 ഞങ്ങൾ ക്യാരം ബോർഡ് എടുക്കും, ലൈറ്റ് ഒക്കെ വെച്ചുകൊണ്ട്. അപ്പൊ എല്ലാവരും എന്റെ വീട്ടിൽ മുന്നോട്ട് പോവാം, അപ്പോൾ ഓരോ ഐറ്റംസ് ഉണ്ടാക്കും. എന്ത് വരും ആദ്യം, കാരണം ഞാൻ ഒരു പണി വിചാരിക്കണല്ലോ. എനിക്കാണെങ്കിൽ വന്നതിൽ ഇങ്ങനെ ഉണ്ടാക്കും, ഓരോന്ന് ഇങ്ങനെ യൂട്യൂബൊക്കെ ഉണ്ടാക്കിയിരുന്നു, കുറെ ഡിഷ് ഉണ്ടാക്കിയിരുന്നു. അതിൽ ഇവര് വരുമ്പോ ഇവർക്ക് ഇപ്പൊ ഓരോ പണി എഡിറ്റിങ്ങും ഒക്കെ കേക്കൊക്കെ നല്ല അടിപൊളി ഉണ്ടാക്കും. ഞാന് എന്റെ 18-ാം വയസ്സിൽ ഞാൻ ഗൾഫ് പോയിക്കണു. അതായത് +2 കഴിഞ്ഞാണ്ട് ആര് അന്തം വെക്കാത്ത പ്രായം ഉണ്ടല്ലോ, നമ്മളെ പന്തൽ ചേർക്കുന്ന പ്രായത്തിൽ ഞാൻ പറഞ്ഞാൽ നല്ല ഫുട്ബോൾ പറയാനോ EMA-ലൊക്കെ ഞാൻ കോച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 18-ാം വയസ്സിൽ ദുബായിന്റെ മൂത്തമാൻ്റെ മോൻ ദുബായിലാണ്. അപ്പോൾ ദുബായിക്ക് ഒരു വിസ വന്നു. അപ്പോൾ എനിക്ക് ദുബായ് സിനിമ കണ്ടല്ലോ, എന്തോ സംഭവമാണ്, അവിടെ പോയി അടിച്ചു പൊളിച്ചാറാണ്. ഞാൻ 18-ാം വയസ്സിൽ 18 വയസ്സായി ഒരു മാസമായിട്ടുള്ളൂ. ഈ പാസ്പോർട്ടൊക്കെ എമർജൻസി എടുത്ത് ഞാൻ വിട്ട് ദുബായിക്ക്. അവിടെ പോയി കണ്ട് നേരെ പോയൊരു മരുഭൂമിക്കാ, ഒരു ദുബായ് കണ്ടിട്ടില്ല, ഒരു മർമൂ എന്ന് പറഞ്ഞൊരു ഗ്രാമം, ഒരു ഗ്രാമത്തില്. അവിടെ എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു വീട്ടിലായിരുന്നു, ഒരു ടൗണൊന്നും ഇല്ല, നമ്മൾ ഒഴിഞ്ഞൊരു പ്രദേശം, കുറേ പെരകള്. അവിടെ ചെറിയ ചെറിയ കുറച്ച് സൂപ്പർ മാർക്കറ്റുകൾ, അവിടെ ഏത് പെട്ടിപ്പിടിയാലും സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം. ഞാൻ ലാസ്റ്റ് ഞാൻ പോയി എനിക്ക് വീട്ടിലെ കുക്കിങ്ങിൻ്റെ ജോലിയാണ് കിട്ടിയത്. അത് ഞാൻ ഷോപ്പിലായിരുന്നു, വെയിലായിരുന്നു കയ്യിൽ. അങ്ങനെ എന്നെ ഈ സൂപ്പർ മാർക്കറ്റ് ഈ വീട്ടിൽ ജോലിക്ക് മുത്തമ്മാൻ്റെ മോൻ്റെ അപ്പുറത്തെ വീട്, എൻ്റെ അപ്പുറത്തെ വീട്. അങ്ങനെ എനിക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയില്ല, കാരണം എന്നെ അങ്ങനെ നോക്കിയത് എൻ്റെ അമ്മ. എല്ലാം എല്ലാം എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നു ചേരുള്ളൂ. അങ്ങനെ അവിടുന്ന് എല്ലാ സാധനവും ഞാൻ ഒരുപാട് ഐറ്റംസ് ഞാൻ പഠിച്ചു. ബിരിയാണി എല്ലാ സംഗതി ഉണ്ടാക്കും. ആ അറബി വീട്ടിൽ ഒറ്റ ഫാമിലിയായിരുന്നു, 4 മക്കളും ഒരു വാപ്പിയും മീനും. എല്ലാ സാധനവും ഉണ്ടാക്കും. 2 വർഷം ഞാനവിടെ ജോലി ചെയ്ത് എല്ലാ സാധനം ഉണ്ടാക്കും. പഠിച്ച് അത് ആദ്യം അതിന് തബ്ബാക്ക് എന്ന് പറയാം. ആദ്യം ഒരാളുടെ മോൻ പഠിപ്പിച്ചു തന്നെ. അവിടെ ഏറ്റവും മെയിൻ ഡിഷാണ് ഈ കുബൂസ്. നമ്മളിവിടെ കാണുന്ന കുബൂസ് അല്ല, നമ്മളിവിടെ കാണുന്ന ലൂമുകളിലൊക്കെ ഉണ്ടാകുന്ന വേറെ കുബൂസ് അങ്ങനത്തെ അല്ല. ഒരു മറ്റേ എന്താ പറയാ പേപ്പറുമാതിരി കുബൂസാണ്. ആട്ടമാവുണ്ട്, നൈസായിട്ടുണ്ട്. അതൊരു ഒരു 10 സെക്കൻഡ് പരിപാടി ചെയ്യണം. ചൂടുള്ള കല്ലും ഇട്ടുകാണ്ട് ഇങ്ങനെ ആക്കിക്കാണ്ട് ഉണ്ടാക്കുന്ന സംഗതിയാണ് അത്. ഓൽക്കറിയാം. അങ്ങനെ ഞാനിത് ഉണ്ടാക്കും, ഒരു മാത്രം ഉണ്ടാക്കും ഇതിനകത്തൊരു കാര്യം. ലാസ്റ്റിൻ്റെ തള്ളജിപ്പ് കൊടുക്കും. അവിടുത്തെ അവിടുത്തെ അറബിച്ച്, കാരണം അവിടെ കൂടുതൽ അറബിനെ കാട്ടിയും പവർ പല വൈഫിനും കയറാം. കാരണം ഓൽക്ക് മറ്റേ അറബികൾ ഓരോ ജോലിയായിട്ട് പോകും. ഒരേ കയറാം നമ്മളെ സ്പോൺസർ. കാരണം ഒന്ന് കിജ്ജ് പോകണം. കാരണം ഒരു ചാക്ക് ആട്ടമാവ് കഴിച്ചു ഞാൻ എന്നതാണ്. അതായത് ഒരു 4 ആൾക്ക് ആകെ 10-12 കുബൂസ് മതി. ഞാൻ കുറെ ഉണ്ടാക്കും, 2 കിലോ മാവൊക്കെ ഉണ്ടാക്കും. ഇതിനെ വേസ്റ്റ് ഇങ്ങനെ കാട് വന്ന് നോക്കും. ഞാൻ പറയാം പഠിക്കല്ലേ, എനിക്ക് ഭാഷ അറിയില്ലല്ലോ. അങ്ങനെ ഇതിങ്ങനെ ലാസ്റ്റ് പിന്നെ മൊത്തം പഠിച്ച് 2 കൊല്ലം നിന്ന് ഞാൻ മെല്ലെ തടിച്ചിലാക്കി. പിന്നെ പോയില്ല. ഇപ്പൊ ആദ്യമായിട്ടല്ലേ ഇപ്പം നമ്മുടെ മനസ്സിൽ ദുബായ് എന്ന് പറയുമ്പോൾ, ഗൾഫ് രാജ്യം എന്ന് പറയുമ്പോൾ ഒരു പോഷ് ലൈഫ് ആയിരിക്കാം. ഒരുപാട് ആ പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ദുബായിലൊക്കെ എത്തിപ്പെട്ടു. നമ്മളിങ്ങനെ ആലോചിക്കും. അന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ എന്തൊക്കെയോ ലോകമാണ്. നമ്മൾ എന്നോട് ഞാൻ ഒരു ടാക്സിയിലാണ് ഒരു കൊണ്ടുപോകാൻ വന്നത്. 3 ആൾക്കാർ, ഓനും ഓൻ്റെ ഫ്രണ്ട്സും. ഒരു 50 ആടെ പിന്നെ ഇതായിട്ട് നമ്മളെ ദുബായി ആയിരുന്നു. അപ്പം ഇങ്ങനെ ചെന്നിറങ്ങിയപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് ഫുള്ള് ലൈറ്റ്, ഭയങ്കരമായ ലോകം. പിന്നെ ഇതിങ്ങനെ പോയി ദുബായിൽ നിന്ന് പോയി കണ്ട് ഒരു മറവുമാർ സ്ഥലത്താണ്, ഒരു ഗ്രാമത്തിലാണ്. പിന്നെ ലീവില്ല. ഒരു ദിവസം ലീവ് വെച്ചപ്പോൾ തരില്ല. പിന്നെ ഞാൻ ചീത്ത കച്ചറക്ക ഉണ്ടാക്കിയാണ്ട് പോകും ദുബായിക്ക് ടൗണിക്ക്. അങ്ങനെ 2 വർഷം നിന്ന് കുഴപ്പമില്ലാതെ നിന്ന്. ഇതിപ്പം നമ്മള് വീട്ടിൽ നിന്നൊക്കെ ആദ്യമായിട്ട് മാറി നിൽക്കുകയാണല്ലോ, അതും ഇത്രയും ദൂരെ.
അപ്പൊ എങ്ങനെയാ സഫർ ചെയ്ത്, അല്ലെങ്കിൽ അത് എങ്ങനെയാ മാനേജ് ചെയ്ത് ഇവിടെ പിടിച്ചു നിക്കണം 2 വർഷം തിരിച്ചു പോകണം? എനിക്ക് പോരാൻ പറ്റില്ല, പാസ്പോർട്ട് പോലും വാങ്ങിച്ചു. ഞാൻ ബാത്റൂമിൽ കാര്യം പോരാൻ കഴിയില്ലല്ലോ. ഉമ്മാക്ക് വിളിച്ചാണ് കുറെ സങ്കടം പറയാം, ഇനി പാസ്പോർട്ട് പോലും തരില്ല, ഇവര് അടിച്ചില്ല. ഒരു 3 മാസം നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാരായിട്ട് റെഡിയായി. പിന്നെ അങ്ങനെ 2 വർഷം വിസ ഉണ്ടായിരുന്നു. 2 വർഷം വിസ കഴിഞ്ഞപ്പോ ഞാൻ നേരം എന്താട്ടി തിരിച്ച് നാട്ടിലേക്കുള്ള വരവ്, തിരിച്ച് നാട്ടിൽ പോകുന്നതിന്റെ ഒരു സന്തോഷമൊക്കെ. പിന്നെ അങ്ങനെ പിന്നെ ഇവിടെ കൂടി നല്ല തടിയില്ലാതാണല്ലോ പോയത്. ഉമ്മ പറയാ വന്നപ്പോ നല്ല തടിയൊക്കെ ഫുഡ് കഴിച്ചിട്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ല. പിന്നെ അവിടെ പ്രത്യേകത ഉണ്ട്. എന്റെ വീട്ടിൽ അമ്മ ഓൾക്ക് കഴിക്കാനും നമുക്ക് കഴിക്കാം. കാരണം പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് മാതിരിയാണ് ഒരു വീട്, അവിടെ അറബി വീടൊക്കെ പറഞ്ഞാൽ എല്ലാ സംഗതി ഉണ്ടാവും അവിടെ കിച്ചണിലൊക്കെ. നമുക്ക് എന്താ പണി ഉണ്ടാക്കി കഴിക്കാം, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ചെയ്യുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ജോലി എനിക്കൊരു, കാരണം എൻ്റെ ഇപ്പല്ലേ ഒരു പണ്ടാരിയാണ്, ഇപ്പം സെപ്പറേറ്റ് ആണ്. എൻ്റെ ഇപ്പം ഒരു പണ്ടാരിയാണ്. എനിക്ക് ഈ ഫീൽഡ് ഒരു ഇഷ്ടത്തൊരു ഫീൽഡാണ് ഈ പണ്ടാരിപ്പണി, കുക്കിങ്. അപ്പം ഞാൻ ഇതിൽ തന്നെ പോയി പെട്ടു. അപ്പം ഞങ്ങൾക്ക് തോന്നി ഞാൻ അത് നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോകും. അങ്ങനെ വല്ല ഞാൻ അത് നിർത്തി. പിന്നെ ഇവിടെ അങ്ങനെ ഓരോ ജോലി, എടുക്കാത്ത പണികളില്ല. എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? എടുക്കാത്ത പണിയില്ല. ഞാൻ എൻ്റെ 15-ാം വയസ്സിൽ ജോലി എടുക്കുന്നു. ആദ്യം പോയത് ഒരു 60 രൂപ ഹോട്ടലാണ് നമ്മുടെ നാട്ടിൽ തന്നെ, പൂക്കോട്ട് ഒരു ചെറിയൊരു ഹോട്ടലാണ് മലയാറ്. അതിലാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് പോയത്. 60 രൂപയ്ക്ക് ഒരു ദിവസം പോയി കണ്ട് അന്ന് ഈ ഉച്ച കഴിക്കണ മറ്റേ ഇല ഉണ്ടല്ലോ, നമ്മൾ അത് വേസ്റ്റ് കൊണ്ടിടണം. പണി കഴിഞ്ഞാണ്ട് അതൊരു വൈകുന്നേരം കൊണ്ടിടണം. ആ സ്കൂളിൽ നേരത്താണ്. അതാണ് കൊണ്ടിട്ട് 1 കിലോമീറ്റർ നടക്കണം ഈ ബക്കറ്റ് ആയിട്ട് കണ്ട്. ഒരു ദിവസം പോയി പോയാൽ നാളെ കൂലി വരാറുണ്ട്. പിറ്റേന്ന് പോലെ നിർബന്ധമായി. അങ്ങനെ പിറ്റേന്ന് ഞാൻ പോയി. ആ കൂലിട്ട പിന്നെ പോയില്ല. പോകാത്ത ജോലികളില്ല. ആദ്യം മരയേറ്റാൻ പോയി, കുറേ പണികൾ, ടൈൽസിൻ്റെ പണി കുറേ കാലം പോയി. പിന്നെ വിറക് കീറ വേണ്ടല്ലോ മറ്റേ വണ്ടിമേൽ, അത് കല്ലേറ്റാൻ, പടുവിന്, മണലരച്ചാൻ. പോകാത്ത പണികളില്ല. എല്ലാ കൂലിപ്പണികളും ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആളുകള് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അറിയില്ല ശരിക്കും എടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഈ മറ്റേ വണ്ടിയില് പിന്നെ മരം കീറുന്ന ജോലി ഉണ്ട്. നമ്മൾ ഈ വിറക് കീറുമല്ലോ, അങ്ങനത്തെ കുറെ പണിക്ക് വെക്കണേ. ഇനിയിപ്പം നിങ്ങൾ ഇപ്പം പോപ്പുലറായി, ഇപ്പൊ ഒരു യൂട്യൂബറായി, ബാക്ക് ടു നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് കൃത്യമായിട്ട് സാലറി, കൊളാബറേഷൻ, ഓൾറെഡി ഇപ്പം ലൈഫ് പോകുന്നത് ഹാപ്പി ആയിട്ട് തന്നെയാണ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഇതിപ്പം യൂട്യൂബ് എപ്പോഴും നമുക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഒരു പ്ലാൻ ബി നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ശരിക്കും ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ഒരു ഡ്രസ്സിന്റെ ഓൺലൈൻ ഷോപ്പ് തുടങ്ങിനെ. അങ്ങനെ ഞങ്ങൾ സാധനം ഇറക്കിക്കാണ്ട് ഭയങ്കര സെയിലായിരുന്നു. 1 മന്ത് ഭയങ്കര സെയില്. പിന്നെ ഞങ്ങൾ അതിനൊരു ട്രിപ്പ് പോയി. പ്രൊമോഷന് പോയി. അങ്ങനെ ഞങ്ങൾക്ക് അത് ഒരു 10 ദിവസം ഗ്യാപ്പ് വന്നു. അപ്പോൾ നേരെ പിന്നെ മൂന്നാർക്കാണ് മറ്റു പോയി. ഞങ്ങൾ ബാബുവിന്റെ ബർത്ത്ഡേ അങ്ങനെ അതിന് ഞാനൊരു റിസോർട്ടിൽ സെറ്റാക്കി നമ്മൾ ഫാമിലി ഒന്നാകെ അങ്ങനെ പോയി. അതൊരാഴ്ച അങ്ങനെ അതിന്റെ വൈബിലൊക്കെ അതിനാണ്ട് പോയി. അപ്പൊ ഇതിങ്ങനെ സ്റ്റോക്ക് നമ്മൾ അപ്ഡേഷൻ കൊടുക്കണില്ലല്ലോ, മോഡൽ കൊടുക്കണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമുക്ക് പിന്നെ കുറച്ച് ദിവസം നോക്കാതെ നിന്ന് അങ്ങനെ അത് അവിടെ ആയി. പിന്നെ ഓരോ പ്രൊമോഷനും കാര്യമായി ബിസി ആയി. അതങ്ങനെ ആയി പിന്നെ സ്റ്റോക്ക് ഉണ്ട്, സാധനം ഒരുപാട് സ്റ്റോക്ക് വീട്ടിലുണ്ട്. അപ്പൊ അതിനിങ്ങനെ തുടങ്ങണം, റീസ്റ്റാർട്ട് ചെയ്യൂ. കാരണം നിങ്ങൾക്കൊരു ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. 1 മന്ത് തൊട്ട് 1 ലാക്ക് സാധനം ഞങ്ങൾ 1 ലാക്കിന് കച്ചവടം തന്നു. ഭയങ്കര ഞങ്ങളെ അത്ഭുതപ്പെട്ട്. ഫസ്റ്റ് ഞങ്ങൾ എഴുതിയിട്ട് ഇതിപ്പോ പോകുമോ, ഇങ്ങോട്ട് പറയും ഇത് മാണോ, ഡ്രസ്സൊക്കെ പറ്റിയത് പറഞ്ഞാൽ നമുക്ക് അവസ്ഥ അറിയില്ല. കടി പോയ പക്ഷെ ഭയങ്കര സെയില്, വിചാരിച്ച മാതിരിയല്ലേ തുടക്കം തന്നെ അടിപൊളി. ഇപ്പൊ കമന്റ് ബോക്സ് ഫുള്ള് ചോദിക്കും സ്റ്റൈൽ പൂട്ടി പോയോ. ഞാൻ പറയുന്നത് ഇപ്പൊ എന്തായാലും കുറച്ചേ ഉള്ളൂ, തോന്നില്ല കുറച്ച്, പക്ഷെ അത് നമുക്ക് പോകണല്ലോ. അപ്പൊ കുറച്ചേ ഉള്ളൂ. ഇനി നമ്മള് പുതിയ സ്റ്റോക്ക് ഇത് വരില്ലേ, ഇതപ്പോ ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ. ഓക്കെ, നൈസ്. വെയിറ്റിംഗ്. ഞങ്ങൾ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ശേഷം ആദ്യം അഭിപ്രായം പറയുന്ന ആരാ നിങ്ങളിൽ? ഫസ്റ്റ് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നോക്കും, പിന്നെ ബാബുവിനൊന്ന് കാണിക്കും, പിന്നെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് നോക്കും. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം അങ്ങനെ ഒരു പട്ടം നോക്കിയിരുന്നു, എന്തെങ്കിലും മൈനസ് ഉണ്ടോ പ്രശ്നങ്ങളുണ്ടോ. ഇപ്പൊ കാര്യമായിട്ട് നോക്കില്ല, പോസ്റ്റ് നമ്മൾ ആദ്യം എല്ലാ മുക്കും മൂലയും നോക്കും നല്ലോണം. ഇപ്പൊ ജസ്റ്റ് നമുക്കൊരു വൈബ് ഇട്ടുണ്ടോ നോക്കും. വൈബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് കളയാറ്, അത്രേ ഉള്ളൂ. ഈ പൊതുവെ നമ്മൾ പ്ലാൻ ചെയ്ത് നന്നായി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ചിലപ്പോൾ വ്യൂ ഭയങ്കര കുറവായിരിക്കും. വെറുതെ ഇടുന്ന വീഡിയോ ഭയങ്കര റീച്ച് ഉണ്ടാവും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കത്തി കയറും. നല്ല റിസ്ക് എടുത്ത് നല്ല കമ്പത്തിൽ ചെയ്ത വീഡിയോ കയറാം.
അത് ഇങ്ങനെ കേറില്ല, അത് ഇങ്ങനെ തുറന്നു നോക്കും കേറിന് ചെല്ലൊക്കെ. ചിലത് നമ്മള് പ്രതീക്ഷിച്ചാൽ ഇട്ടാൽ അത് കത്തിരി നന്നായിട്ട് കേറും. ശരിയാ ശരി, അതെല്ലാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത കയറി പോവാ. എഡിറ്റിംഗ് ആരാ ചെയ്യണേ? രണ്ടാളും ചെയ്യും, ഓളെ കൂടുതൽ ചെയ്യല്. ഞാനാ ചെയ്യല്. മൂപ്പരാൾക്ക് അറിയാം. ഞാനിപ്പോ മെയിനായിട്ട് നോക്കണോണ്ട് എന്താണ് എപ്പോഴെങ്കിലും എനിക്ക് വയ്യാത്ത ടൈമിലൊക്കെ മാത്രം മൂപ്പരാള് ചെയ്യും. ഓക്കെ. എഡിറ്റിംഗിൽ ആരാ പ്രോ? നന്നായിട്ട് പ്രോ ആയിട്ട് പെട്ടെന്ന് ഞാൻ തള്ളാം, അങ്ങോട്ട് ചെയ്തോളും. നമ്മളുണ്ടല്ലോ എഡിറ്റിംഗ് ആണ് ഭയങ്കര ടാസ്ക് പരിപാടിയാണ് സത്യത്തില്. അതില് അതെന്ന് പറഞ്ഞാൽ നമ്മള് കൊടുക്കണ്ടല്ലോ. എനിക്കറിയില്ല ചെയ്തത് എന്ന് പറഞ്ഞാല് നമ്മളെ വേത്തക്കാണ്ട് എഡിറ്റ് നമ്മളെ വേത്തക്കാവുക. എവിടേക്ക് പോയാലും ഇപ്പൊ ഒരു ടൂർ എന്തെങ്കിലും പോയിണ്ടെങ്കില് ഈ മര്യാദക്ക് ഇരിക്കാൻ പറ്റൂല. സത്യം നമുക്കത് ആസ്വദിക്കാൻ പറ്റൂല. ഫാമിലി പോകണൊക്കെ വ്ളോഗർമാരല്ലേ എല്ലാവരും പോസ്റ്റും. കാരണം എന്റെ അനിയത്തിക്ക് ചാനലുണ്ട്, അനിയനിക്ക് ചാനലുണ്ട്. അപ്പൊ ടക്ക് പോസ്റ്റ് ഇല്ലെങ്കിൽ ഫസ്റ്റ് വണ്ടി വന്നാല് അതില് റീച്ച് കയറും. അല്ല കാരണം ഇതിപ്പോ നമ്മള് ഒരേ ഫീൽഡ് ആയതുകൊണ്ട് ഒരേ കണ്ടന്റ് ആണ്. അതെ, പക്ഷെ നമ്മൾ ക്യാമറയിൽ എടുക്കുന്നു മാത്രം. ചില ആൾക്കാർ ചോദിക്കും എല്ലാവരും ഒരേ റിപ്പീറ്റ് കമന്റ്. അതെന്താ പറയുന്നോ, നമ്മളൊരു മലയാളിക്ക് ഒരു സ്വഭാവം ഉണ്ട്. ഒരാൾ മൂത്രയ്ക്കും എല്ലാവരും മൂത്രയ്ക്കാൻ നിൽക്കും. ഒരു വണ്ടി ഒരാൾ മൂത്രയ്ക്കും എല്ലാവരും മൂത്രയ്ക്കും. ഇതേ മാതിരിയാണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് ഫോൺ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഓരെടുക്കും, ഓനെടുക്കും, എല്ലാവരും എടുക്കും. അയ്യോ ബ്ലോഗ് അതാണ് ഇപ്പൊ അവസ്ഥ. ഓക്കെ ഡൺ. എന്നെ അടുത്ത് ചോദിക്കട്ടെ, ആർക്കാണ് കൂടുതൽ മറവി? അല്ലല്ല രണ്ടാക്കും. രണ്ടാൾക്കും മറവിയാ? എനിക്കിപ്പോ മറവിയെല്ലാം ഉണ്ട്. വലിയ മറവി മറന്നാണ് മൊബൈൽ മറന്നു. ഇന്ന് വരുമ്പോ എടുത്ത് മറന്നുപോയോ? കോഴിക്കോട്ട് അങ്ങനെ വേറെ ഫോൺ വാങ്ങിച്ചു. ഒരു മാസം കഴിഞ്ഞ് കിട്ടിയത്. നമ്മള് സ്റ്റാർട്ടിങ്ങില് ചെറിയ സാധാരണ നോർമൽ ഫോൺ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമ്മള് ആൻഡ്രോയിഡ് സാംസങ് ഉപയോഗിക്കില്ല. ഈ ഐഫോണ് നമുക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. നിങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ? ഞാൻ പറയാം, കൊറേ പറയാനുണ്ടായിരുന്നു. കൊറേ അങ്ങനല്ല. നമ്മൾ എന്റെ ഇപ്പാനും ഇമ്മാനെയും ഇവർക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളെ വീട്ടിൽ വന്ന ടൈമിൽ ആദ്യം എൻ്റെ ഉമ്മ എന്താ പറഞ്ഞ വെച്ചാല് ഇമ്മിപ്പൊക്കെ പറഞ്ഞ ആള് ഭയങ്കര അഭിനയിക്കും, ഭയങ്കര ആക്ട്രസാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൽബത്തിലൊക്കെ ഓരങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആദ്യം. ഒരു നടനുണ്ടോ മനസ്സിലല്ല, ചെങ്ങായിമാരൊക്കെ പഴയ റീലെടുക്കുമല്ലോ, അതാണ് ഇമ്മ പറയണത്. അപ്പൊ ഞാനിപ്പോ ഇതൊക്കെ എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകാണ്ട് ഇതിങ്ങനെ കാണാനുള്ള തൊര ഉണ്ടാക്കുള്ള ഒരാളെ മനസ്സില് അങ്ങനെ തൊര ഉണ്ടാക്കി ഞാൻ ഒരു ദിവസം അതേമാതിരി അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഒരു ദിവസം വന്നു. ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, കുറച്ച് ഇതില് അങ്ങനെ ആയപ്പോ അങ്ങനെ വന്നതില് ഞാൻ കണ്ടതില് ഇതായിരുന്നു ഏതർത്ഥത്തിലാ? ഇതായിരുന്നു എന്നാണോ? എന്താ? അല്ല നമ്മള് നോർമലായിട്ട് ഞാൻ പറഞ്ഞില്ല, ആദ്യം ആണുങ്ങളായിട്ട് അങ്ങനെ വിരോധി എന്നല്ല. എനിക്ക് നമ്മൾ അറിയാത്ത ഒരാളെ എടുത്ത് വന്നാല് ബോയ്സിലിട്ട ഗേൾസിലല്ല, അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് സത്യത്തില് ആൺകുട്ടികളിൽ മാത്രമുള്ള ഒരു ഇൻട്രോവേർട്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ ബാബുനോട് പറയും അത്. ശരി. ആ ബാബുന് പറയുന്നോട് ഇപ്പൊ ഇങ്ങനെ ആയിന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ആദ്യം കണ്ട ടൈമില് ആ ഒരു ഇതന്നെ എനിക്ക് ആളും വിചാരിച്ചത് കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പോട്ടെ. അല്ല ഞാൻ ആദ്യത്തെ ഞാൻ ഇപ്പോഴും പറഞ്ഞ കളിയാക്കും, ഞാൻ എപ്പോഴും പറഞ്ഞ കളിയാക്കും. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പറഞ്ഞ നടന്നോ പറഞ്ഞ ആളിപ്പോ ആരാ? നമ്മളെ വൈഫ്. ഞാൻ പറയും, എന്നോട് പറയും ഒരിക്കലും ഞാൻ നിങ്ങളെ കെട്ടൂല അറിയും. ഞാൻ പറയും ഇജ്ജ് കെട്ടിക്കാണ്ട് എന്റെ പേര് തന്നെ കൊണ്ടുവരും, ഒരിക്കലും കെട്ടില്ല അറിയും. നമുക്ക് ഇൻഷാല്ലാ കാണാൻ അറിയും. ലാസ്റ്റ് ഇപ്പൊ പറയും ഇത് ഈ പറഞ്ഞമായിരുന്നല്ലേ. ഞാൻ എന്റെ അനിയത്തി ഇതേമാതിരി ചോക്ലേറ്റിന് വേണ്ടിക്കാണ്ട് പറയും ബാബുനോട് ആന്ന് പറയാം ചോക്ലേറ്റ് ഇട്ടല്ലോ. അതില് അവനാണെങ്കിൽ ഞാൻ അറിഞ്ഞു ചോക്ലേറ്റ് ആന്ന് പറഞ്ഞോ. ചോക്ലേറ്റ് ഞാൻ പൂക്കോട്ടെ വിളിക്കും. അപ്പൊ ചോക്ലേറ്റ് വേണം പറയും. അപ്പൊ ഞാൻ പറയും ഓള് ഞാൻ അനിയത്തിനോട് അറിയും ഓള് ഇഷ്ടം പറയാൻ വാങ്ങി കൊടുക്കാറ്. ഇബല് പ്ലാൻ ചെയ്യാൻ ഇഷ്ടമാണ് അറിയും. ബിന്ദു വേണ്ടത് സീരിയസ് ആണ് കേട്ടോ, വേണ്ട പറ്റൂല അങ്ങനെ ഞാൻ കട്ടേണ്ടി വരുന്നത്. ഞാൻ സത്യം എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയണേ, എന്റെ വീട്ടില് സ്വൈര്യമില്ല അത്രയും കെട്ടാൻ പ്രഷർ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പോയി പറയേണ്ടി ഞാൻ കെട്ടേണ്ടി വരും തോന്നുന്നുണ്ട്, ഞാൻ എൻ്റെ തലയൊക്കാവും തോന്നുന്നുണ്ട്. ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഉള്ള കാര്യം വന്ന് അവനക്ക് തലയൊക്കാവും തോന്നുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ലാസ്റ്റ് ആയി. അപ്പൊ ചോക്ലേറ്റ് ആയിട്ട് വരുമ്പോ ബാബു എനിക്ക് ഞാൻ ബിന്ദു അങ്ങനെ പറഞ്ഞോണ്ടെനിക്ക് അങ്ങനെ കാണാൻ പറ്റൂല. പാവോ ഒരു ഓടി വന്ന് ചോക്ലേറ്റ് വാങ്ങി പൈസയും കളഞ്ഞ് വന്നിട്ട് പറയുന്നതാണ് ഇങ്ങനെ. ഒരു ദിവസം അഭിനയിച്ചാണോ എനിക്കറിയില്ല, റൂമിൽ പോയി വാതിൽ പൂട്ടി കരയത്. അഭിനയിച്ചാണോ അതോ
ഇവിടെ നമ്പർ ഇടുമ്പോ ഞങ്ങൾ ഇവിടെ ഇത് നല്ലോ പൊട്ടി. ഇത് ഇങ്ങനെ ഒന്നല്ലേന്ന് ഇപ്പൊ ഭയങ്കര ജാട പറയുമ്പോ ഒരു കരഞ്ഞ് കാല് പിടിച്ചിക്കണേ ആമ്പിളരെ കാര്യം നടക്കാനാ. ഒരാള് വിശ്വസിക്കൂല ഇത് അങ്ങനൊക്കെ. അതിലിപ്പോ എന്താണ് ഇപ്പൊ മകൾക്ക് സങ്കടം വരും വീട്ടിൽ. ഞാൻ പറയും എനിക്ക് മറക്കാൻ കഴിയിട്ടത് ഫീലിംഗ് അടിച്ചു. ഇതിങ്ങനെ ഒന്നല്ലേനു. എന്റെ അമ്മ എപ്പോഴും പറയാ അപ്പൊ നിങ്ങളുടെ വലിയ നെളിയില് പറയുന്നുണ്ട് എന്ന് ഞാനൊരു അവസരം തരാം. ഇവിടെയാണല്ലോ പ്രപ്പോസൽ ചെയ്തത്. പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഞാനോ? പ്രപ്പോസൽ അങ്ങനല്ല. എന്റെ ഉമ്മാന്റെ വഴി എന്റെ അനിയന്മാരെ വഴി പ്രപ്പോസ് ആദ്യം ചെയ്തത്. പിന്നെ ബാബു വന്നുകാണ്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ എന്താണ് എന്തെല്ലോ നല്ലതല്ല ഞാൻ വന്ന് എനിക്ക് നിങ്ങളെ കുടുംബം കിട്ടൂലേ അന്നെ കിട്ടൂല എത്തായിച്ച് ഇങ്ങനെ നല്ലൊരു ഫാമിലി ആയിട്ട് കേട്ടോ. ആള് പറഞ്ഞതേ മാതിരി തന്നെ. ഐഫോൺ മാത്രം കിട്ടാത്ത എന്തത് ഐഫോണെ കിട്ടും പറയും. ഇവിടെ ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ ഐഫോൺ എന്ന് പറഞ്ഞ പലരും കല്യാണം കഴിക്കണം. അത് കൊറേ ട്രോളായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഫോൺ കാരണം ഞാൻ ആദ്യം ഫോൺ ഉപയോഗിക്കൂലായിരുന്നു. എനിക്ക് ഫോണ് എന്റെ ഇമ്മാക്ക് ടച്ച് ചെയ്യുന്നു, എന്റെ അനിയത്തി അനിയന്മാരൊക്കെ യൂസ് ചെയ്യും. എനിക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ഫോൺ വെറുതെ കിട്ടി. ഞാൻ ഇവനിക്കെന്നെ വിളിക്കണത് എന്റെ അപ്പാന്റെ ഒരു നിക്കണ ഫോണുണ്ട് വീട്ടിലറിയില്ല, നോക്കിയ ഇപ്പാന്റെ ഫോൺ. അതില് ഇപ്പൊക്കെ ടച്ച് വേറെ നിക്കണ ഫോൺ വേറെ ഉണ്ടായിരുന്നു ഒന്ന്. അപ്പൊ അതിൽ എന്നെ വിളിച്ചിരുന്നത് ഫോൺ. അപ്പൊ ഐഫോൺ എന്ന് പറയുമ്പോ സ്വന്തമായിട്ട് ഒരു ഐഫോൺ ആദ്യമായിട്ട് കിട്ടിയല്ലേ. അപ്പൊ അതൊക്കെ ഒരു പൂതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വിചാരിച്ചല്ലോ കേട്ടോ ഞാന് ആന്ന് പറഞ്ഞത്. ഓക്കെ ഐഫോൺ വിചാരിച്ചിട്ടല്ല ഐഫോൺ പറഞ്ഞാണ്ട് ഇപ്പോൾ തന്നിട്ടില്ല. ഐഫോൺ വിചാരിച്ച ആരും കല്യാണം കഴിക്കാൻ പോലെ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതൊരു പ്രപ്പോസ് ചെയ്ത് ഇവിടെ നിന്നാണല്ലോ. അപ്പൊ നമുക്ക് ദിൽറുബാനെ കൊണ്ടൊന്ന് പ്രപ്പോസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആളെ വിളിച്ചിട്ടുള്ളത് ഒരു ദിവസം ഒരു കോഫി ഷോപ്പില്. നമ്മളിപ്പോ ഉള്ളത് ഒരു കോഫി ഷോപ്പിലാണ്. സോ ആളെ വിളിച്ച് എനിക്കൊന്ന് കാണണം, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പൊ എന്താ വിളിച്ചെന്നൊക്കെ ചോദിക്കണം. അപ്പൊ പറയണം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒക്കെ പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്യണം. നിങ്ങളുടെ ഐഡിയയിൽ പ്രപ്പോസ് ചെയ്തോളൂ. അതിനെന്താ വെച്ചാലേ നമുക്ക് ഇങ്ങനെ ഒരു വൈബുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് അങ്ങനത്തെ ഒരു പ്രേമുണ്ടല്ലോ, അതാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാറ്റഗറിയിലും കൊണ്ടുപോവാം. എനിക്ക് ഇതേമാതിരി ഒരാളോട് പറഞ്ഞറിയില്ല, ഞാൻ ഇങ്ങനെ പറയും. ധൈര്യമായിട്ട് പോവാ, കെട്ടിയോനല്ലേ, കുഴപ്പമില്ല. ആൾക്കുണ്ടാവില്ല ആഗ്രഹങ്ങള്. എപ്പോഴെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ ആള്? അപ്പൊ ഞാൻ സ്പോട്ടിൽ എന്റെ വീട്ടുകാരെ കൊണ്ടുകൊണ്ട് വെള്ളം കൊടുത്ത എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ, ഞങ്ങൾക്ക് പ്ലീസ് പ്ലീസ്. ഷോകല്ല, അത് റൊമാൻസ് ആണ്. അങ്ങനെ തന്നെ ഞങ്ങക്ക് മനസ്സിലാവും. അങ്ങനത്തെ റൊമാൻസാണ്. കഫേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ഞാനൊരു തീം പറഞ്ഞതേ ഉള്ളൂ, ഇഷ്ടമുള്ള ഐഡിയയിൽ ചെയ്യാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൊറേ ആയിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നു. ബാബുക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം. കല്യാണം കഴിച്ചു. ഇവൻ ഇത് വേറെ പെട്ടെന്നൊന്നും പറയില്ലേ, നമ്മള് കൊറേ സമയം എടുപ്പിച്ചല്ലേ. പറ. എനിക്കൊരു കാര്യം പറയാനേ, കൊറേ ആയി പറയണമെന്ന് വിചാരിച്ചിട്ട്. ബാബു എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യം വരൂല. മതി മതി, പറ. അങ്ങനല്ല, കൊറേ ആയിട്ട് പറയണമെന്ന് വിചാരിച്ചതേന്ന്. നമ്മള് നല്ല വൈബൈക്കാരം എല്ലാം കഴിച്ച സിസ്റ്റർ എന്നാണ് പറഞ്ഞത്. പക്ഷെ എപ്പോഴോ ഒരു സ്പാർക്ക് തോന്നി. ഇത് ഭയങ്കര ക്രിഞ്ചാവട്ടോ. പെങ്ങളായിട്ട് കാണുന്ന പറ. ഞാനിപ്പോ ഒരു പങ്കാറ്റില്ല കണ്ടേ. പെങ്ങളായിട്ട് സത്യത്തില് ഞാൻ എന്നോട് ആങ്ങളെ പറയുമ്പോ എനിക്ക് എന്ത് ചെയ്ത് ഫീൽ ആകും. എനിക്കന്ന് ചവിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഐ ലവ് യു ബാബു. ഇങ്ങനെ ഇവന്റെ നോട്ടം ശരി. അതാണ് ഞാൻ നമ്മൾപ്പെട്ടില്ല കണ്ട് ബാബു അതില്ലേ അറിയുമ്പോ സത്യം അങ്ങനെ വരാം. ഇത് നമ്മള് റൊമാൻസ് ആയിട്ട് പോകുമ്പോ ഉണ്ടാവല്ലോ, കുറച്ച് റൊമാൻസ് ആയിട്ട് ഇങ്ങനെ വരും. അതിന് പറയല് മറ്റേ ഇതിലൊരു ഏതൊരു സിനിമ ഉണ്ടല്ലോ, എന്തൊരു കുട്ടാ അത് പറയാ. ഇപ്പൊ നമ്മള് നല്ല ഇതില് പോയിക്കാണ്ട് എന്തെങ്കിലും നമുക്ക് ചില എനിക്ക് പെട്ടെന്ന് ഈ കാര്യം എന്തെങ്കിലും സ്നേഹം
മൂഖതൊക്കെ പറയില്ല അല്ലെ പെട്ടെന്നേക്കാരം അവന് അതില്ലേ അറിയുമ്പോ എന്താ കിട്ടാ അങ്ങനെ വരും. അതോടെ പോവത്. നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താ രണ്ടുപേരുടെയും? ലവ് ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിലർ ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സർപ്രൈസസ് ഗിഫ്റ്റ് ഉണ്ടാവും, കെയറിംഗ് പരിപാടി. എന്താണ് എല്ലാ യാത്ര പോണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബർത്ത്ഡേ അതൊന്നും ഇതുവരെ എന്റെ 17 വയസ്സ് വരെ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. ഫസ്റ്റ് വരാണ് ആഘോഷിക്കുന്നത്. കല്യാണത്തിന്റെ മുന്നേ മുട്ടാടുക്കൽ കഴിഞ്ഞിട്ട്. അത് കോമഡിയാണ്. ഞാൻ കേക്ക് കൊണ്ടേ കൊടുത്ത കേക്ക് മറിച്ചിട്ട് ചെറിയ കുട്ടിയല്ലേ ഓന് ഞങ്ങള് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് അതിലോ ഓനക്ക് എന്താ അറിയില്ലല്ലോ. ഓന് കണ്ട ഫ്രിഡ്ജിൽ കണ്ടത് വലിച്ചിക്കണ് നേരെ അത് താഴെ വീണ്. അപ്പൊ ഫസ്റ്റ് കേക്ക് ബാബു മുറിക്കണത്. ഗിഫ്റ്റ് എന്താ അറിയണ്ടേ കേക്കണം കേട്ടോ. ഫസ്റ്റ് മുട്ടാടുക്കൽ കഴിഞ്ഞ ഒരു പെണ്ണിന് നമ്മള് കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒരു ഫ്ലവറിന് മറ്റേ ചെടിച്ചട്ടി ഉണ്ടല്ലോ അതേറ്റ് വന്നിക്ക. ഒറിജിനലാ പ്ലാസ്റ്റിക്? ഞാൻ ചോദിക്കാം ആരെങ്കിലും. എനിക്ക് പിന്നെ അന്ന് ആ ഒരു ഇതില്ല. ഞാൻ ഇപ്പൊ ചോദിക്കും എത്ര ബാബു കുറച്ചൊക്കെ നല്ലൊരു റൊമാൻറ്റിക്. ഫസ്റ്റ് ഞാനൊരു ഹാർട്ടിന്റെ മറ്റേ ഇങ്ങനെ കമ്പി വെച്ചാൽ റെഡ് ഇങ്ങനെ പൊന്തുവല്ലോ. റൊമാൻറ്റിക് തന്നെ സ്റ്റാർട്ടിങ്ങില് കല്യാണം കഴിഞ്ഞ അതിപ്പം ഇപ്പൊ പ്രേമിക്കല്ലോ. ഗിഫ്റ്റ് കൊടുക്കുമ്പോ അവർക്ക് ഉപകാരപ്പെടണം. ഞാനിപ്പോ ഒരു മൈൻഡ് അങ്ങനെ നമ്മള് പ്രേമിച്ച് നടക്കുമ്പോൾ അറിയോ ഞാൻ ഇപ്പൊ കൊടുക്കാൻ ഷർട്ട് കൊടുക്കും, ഇന്നർ ഇടും, ചെണ്ടി. അതെ ഭാര്യമാരൊക്കെ അങ്ങനെയാ. ഇപ്പൊ പോയിങ്ങാണ്ട് നമ്മളൊരു ഫ്രെയിം അല്ലെങ്കിൽ കൊറേ പൂവ് അതൊന്നും കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല. ഇല്ലല്ലോ. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം, പക്ഷെ ഒരിക്കലും ഉപകാരപ്പെടണം, ഓരത് ഇട്ട് കാണണം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. അയ്യോ അതല്ല ഷർട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല അത് അങ്ങനല്ല. ഇത് പ്രേമിച്ച് നടക്കുന്ന ടൈമില് ഇപ്പൊ നമ്മളൊരു കോളേജ് പ്രേമാവുമ്പോ ആരെങ്കിലും പോയി ഷെഡിയും ബനിയനും കൊടുക്കോ? ഇല്ലല്ലോ. അത് കൊടുക്കില്ല. ഇല്ല നമ്മള് കൊടുക്കും. ഫസ്റ്റ് തന്നെ ചിലപ്പോ ഒരു വാലന്റ് എന്താ പറയാ ഒരു ലവ് കാർഡ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ അങ്ങനത്തെ കീ ചെയിൻ ലവ് സംബന്ധമായിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. സിമ്പിൾ വേണം നമുക്ക്. സിമ്പിൾ ആണ്. ഇപ്പൊ പോയിങ്ങാണ് ഞാനൊരു ലവിന്റെ ബൊക്ക ഇത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അത് എനിക്ക് നല്ലൊരു ബൊക്ക എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് ആള് സെറ്റാക്കിങ്ങാണ്ട് അങ്ങനെ കൊടുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. തലേന്ന് ഞങ്ങള് ആളെ തലേന്ന് അങ്ങോട്ട് കല്യാണം വരാൻ വേണ്ടി പോയിരുന്നു. അതില് ഓന്റെ ചെറിയ മോളെ ബർത്ത്ഡേ ആയിരുന്നു. അത് സുഗർ വിൽസൈന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ ചെക്കൻ അന്നവിടെ കണ്ടിരുന്നു. പിറ്റേന്ന് ഇവളോ കണ്ടപ്പോ നമുക്ക് ഇവക്ക് ഓർമ്മയില്ല. സർപ്രൈസ് തരാൻ വന്നു. അല്ല ഇതിനോട് കണ്ടു ചോദിച്ചു. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ല. ഇത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും മൂപ്പരാൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ എപ്പോഴും ഒപ്പല്ലേ. ഞാൻ പുറത്ത് ഒറ്റക്ക് പോകണ പറയും എല്ലാം എങ്ങോട്ടാ പോണെന്ന് വെച്ചു. മനസ്സിലാവും പെട്ടെന്ന്. ഞങ്ങൾ എങ്ങോട്ട് പോവാണെങ്കിൽ പോകണമെങ്കിൽ ഞാൻ പറയും ഞാൻ ഒന്നി കൊണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഓള് ഞാൻ വണ്ടിയിൽ വിടണം. രണ്ടാ ഞാൻ അറിയാം എന്തിനാ ഞാൻ അറിയാം. ഇപ്പൊ ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോവാണെങ്കിലും ഞാന് മൂപ്പരപ്പ വരട്ടാ അപ്പൊ മനസ്സിലാവും എന്തോന്ന് വാങ്ങാനാണ്. ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും ഞാന് മൂപ്പരാക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുള്ളൂ. എനിക്ക് അങ്ങനെ ലവ് കൊറേ വീട്ടിൽ കൊണ്ട് ഫ്ലവർ വെക്കണേ എനിക്ക് അങ്ങനത്തെ താല്പര്യമില്ല. ഞാൻ കുറച്ച് ആൾക്ക് ഒന്നെങ്കിൽ ഡ്രസ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഗ്ലാസ്, ഇന്നർ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാം. അതിനോട് പറയും ചെയ്യും ഇജി തരുന്ന ഗിഫ്റ്റ് പുറത്തു പോലും കാണിക്കാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും ഇട്ടോണ്ട് നടക്കും. ഓർക്കും നമ്മളെ. ഓരോന്നിട്ട് പോയി. ഇതിപ്പോ ഞാൻ ബർത്ത്ഡേക്ക് കൊടുത്തതാ ഗിഫ്റ്റാണ്. ഒരു ബാബുവിന്റെ ഫ്രണ്ട് വഴി ഞാൻ പോയിട്ടില്ല. അത് ആള് വഴി രാത്രി ആള് വഴി ഞാൻ ഈ ഷർട്ട് സെറ്റാക്കി. അത് ആ ബർത്ത്ഡേന്റെ അന്ന് ഇതിനെക്കാട്ടി കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു. അത് കൊണ്ടില്ല. അത് കൊണ്ടുവന്നത് കുറക്കും ചെയ്യും കൂട്ടും ചെയ്യും. പിടിച്ച മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലോണം. ഞാൻ പറയും എനിക്കിപ്പോ ഒരു 40 ഓർക്കാൻ ഒരു വിഷയമില്ല. 1.5 മാസം കിട്ടിയാൽ മതി. ട്രാക്ക് ഒക്കെ അറിയാം, ഇങ്ങനെ കളിക്കണം എന്നൊക്കെ അറിയാം. പക്ഷെ അറിയണോ
മൈൻഡ് കറക്റ്റ് ആണ്. കാരണം ടെൻഷൻ പാടില്ല. കാരണം നമ്മൾ ഈ ചില ഫുഡുകൾ ഒഴിവാക്കാണ്. അപ്പൊ നമുക്ക് ചിലപ്പോ ഒരു പിരാന്തന്മാരെ മാതിരിയാവും. 6 മണിക്കൂർ വർക്കൗട്ട് അങ്ങനെ ആകുമ്പോ നമുക്ക് വേറെ ലോകത്തേക്കാണ് ശരിക്കും. അപ്പൊ ഇബളിന്റെ ഒപ്പം വരും. ഇപ്പൊ നല്ല അടിയാണ് എനിക്ക്. അപ്പൊ പിന്നെ ഒരു വട്ടൊക്കെ നമുക്ക് കഴിയുള്ളൂ. കൺട്രോൾ പോകും. വേറൊരു കാര്യമുണ്ട്, ഇവര് ഇത് ഡയറ്റ് അയച്ചുകാണ്ട് നമുക്ക് ഇവർക്ക് ഇവരുതായ ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഡയറ്റ് അല്ല എന്നാൽ ഒന്ന് കുറച്ച് ഇതറിയണ്ട. നമ്മളിപ്പോ ഡ്രസ്സ് എടുക്കാൻ പോയി ആ ടൈമിൽ ഡയറ്റ് ആട്ടോ. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും ആരും കഴിച്ചിട്ടില്ല. അതിന്റെ ഡയറ്റ് അല്ലേ വിചാരിച്ചാണ്. പക്ഷെ ഒരു പരിധി എത്തുമ്പോ എല്ലാത്തിനും വിശപ്പ് എന്ന് പറഞ്ഞ സാധനം മന്തിക്കട കയറി ഇവർക്ക് ദേഷ്യം ഞങ്ങൾ തിന്നുന്നു. വിശക്കുന്നിരിക്കുമ്പോഴേ നമുക്ക് നല്ല വിഷമവും വരും. എനിക്ക് ഞാനും അങ്ങനെ തന്നെ കേട്ടോ. ഗേൾസിന് ഫുഡ് കറക്റ്റ്. എനിക്ക് ഫുഡ് നല്ലത് എന്ന് വെച്ചാൽ തോനെ തിന്നണമെന്നല്ല, ഞാൻ വെറൈറ്റി കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും എവിടെ പോയാലും ബിരിയാണി തിന്നോളൂ. അങ്ങനത്തെ ബിരിയാണി ഫുള്ള് പ്ലാനിങ് കാരണം ബിരിയാണി ഒന്നും വേണ്ട. അവിടെ പോയി കണ്ട് കൊറേ പറയുമ്പോ മെനു വെക്കുമ്പോ എന്തും എന്താ ലാസ്റ്റ് ചിക്കൻ ബിരിയാണി. അതിനൊന്നും ഞങ്ങള് മാറില്ല. അങ്ങനൊക്കെ എനിക്ക് ഫുഡ് കിട്ടാൻ സങ്കടം വരും. കാരണം എന്റെ വീട്ടിലാണെങ്കിലും നിക്കാതെ ഓരോന്ന് എടുത്ത് തിന്ന് ശീലമായിട്ട് എനിക്ക് ഇപ്പൊ കുറച്ചൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടാലും എന്തെങ്കിലും തിന്നണം തോന്നി കിട്ടാഞ്ഞാല് സങ്കടം വരും. അതിന്റെ മോദി എന്നോട് പറയത് ഒരു സ്ഥിതമായിട്ട് ഞാൻ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്നോട് പറയാം എന്താ എന്താ വിശന്നിട്ട് അതിന് കരയുന്നു. ആളുടെ ലവ് ലാംഗ്വേജ് എന്താ? ഇവിടെ ഗിഫ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. ആളുടെ ലവ് ലാംഗ്വേജ് എന്താ? എന്റെ അടുത്ത് വന്നിരുന്നങ്ങാണ്ട് ഇന്ന് ഇങ്ങനെ തോന്നും. എടുത്തു വന്നിരുന്നങ്ങാണ്ട് ഇന്നെന്തെങ്കിലും ഇങ്ങനെ അങ്ങനല്ല. സ്നേഹം കൂടിയാല് അങ്ങനെയാണ് ചെയ്യാം. അല്ലാതെ വേറെ ഒന്നും കൊടുന്ന് തന്നെ അങ്ങനല്ല. ഇന്ന സോപ്പിടാന് ചോക്ലേറ്റ് കൊണ്ടിട്ടു. എന്തെങ്കിലും തല്ലുണ്ടാക്കി ഒന്ന് മുണ്ടണം എന്നുണ്ടെങ്കിൽ അപ്പൊ ചോക്ലേറ്റ് എത്തും വീട്ടില്. പറയിപ്പിക്കാനും ചോക്ലേറ്റ്. ദിൽറുബയ്ക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താ? ഇവക്ക് എന്തിനാ പേടി? ഒന്നിനും പേടിയില്ലേ? പേടി എനിക്കങ്ങനെ അറിയുന്ന ആരെങ്കിലും അല്ല, എല്ലാവർക്കും സംശയം ഉണ്ട്. ഇവരെ കുട്ടിയോടെ കളയത് കുട്ടിയല്ല. നമുക്ക് എന്ത് കുട്ടിയില്ല. ദിൽറുബയ്ക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താ? സത്യം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ പേടി അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, അന്നുണ്ടെങ്കിലല്ലേ പേടിന്റെ അഭിപ്രായത്തില് എല്ലാം പേടിയൊന്നുമില്ല. ഇരുട്ടൊക്കെ പേടിയാട്ടോ കുറച്ചൊക്കെ. അങ്ങനത്തെ പേടി എല്ലാം പേടിയൊന്നുമില്ല. അപ്പൊ ഒറ്റക്ക് പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ പേടിയാണ്. അല്ലാത്ത പേടികളൊന്നുമില്ല. വീട്ടില് എന്റെ റൂം സെപ്പറേറ്റ് പുറത്താണ്. അപ്പൊ ഞാനൊരു 9-10 പിന്നെ ഒറ്റക്ക് ഇങ്ങനെ വിളിച്ചു, പേടിയാണ്ട് വാ വീട്ടിക്ക് വാ. ഒരു മണി വരെയൊക്കെ ഞാൻ ആരുമില്ല, കുഴപ്പമില്ല. അതിനുശേഷം ആരുമില്ല. ഞാൻ ഒരു പേടിയില്ല. ഒറ്റക്കുമ്പോ ഒരു ഇത് സത്യത്തിൽ എനിക്ക് അങ്ങനെ പേടിയുള്ള സംഭവം ഉണ്ട്. എലി പാറ്റ അങ്ങനത്തെ ഉള്ള പെണ്ണുങ്ങൾക്ക് പേടി കൂടുതൽ. അങ്ങനൊന്നും എനിക്കില്ല. അങ്ങനെ പേടിയില്ല. എനിക്ക് പേടിഞ്ഞതാണ് ഇവക്ക് പേടി. നമുക്ക് ഈ ഒരു സൈക്കോ മാതിരിയാണ്. ചില കാര്യങ്ങൾക്കൊന്നും ഒരു പേടിയില്ല. നമുക്ക് ഈ മുറിവ് അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവൂലേ, അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ നമുക്ക് ഒരു പേടിയില്ല. ഹൈറ്റ് പേടി. ഹൈറ്റ് ഭയങ്കര പേടിയാ. നമ്മളിരിക്കുന്ന കുറച്ച് ഹൈറ്റിലാണ്. ഞങ്ങള് ക്ലാസ് പിടിച്ചു. ഞങ്ങൾ ഇനാഗ്രേഷന് പോയി. ഇവിടെ അറിയാനോ മറ്റേ കൊണ്ടോട്ടി ക്ലാസ് പിടിച്ച്. അതാണെങ്കിൽ അന്ന് ഏറ്റവും നിങ്ങളെ കുറിച്ച് ക്ലാസ് പിടിച്ചാ ചെറിയൊരു ഇതുണ്ട് അതിന്. അങ്ങോട്ട് ഞങ്ങള് ഫസ്റ്റ് വൈകിയില്ല പെട്ടല്ലോ. ഹൈറ്റും പേടിയും. അതേമാതിരി കാക്ക കോയിനൊക്കെ പേടി. ആണോ? കാക്കന് പേടില്ല. ഒരു ദിവസം ഇവിടെ പറഞ്ഞ റൂമൊക്കെ ഒരു ദിവസം കാക്ക പറയുന്നത്, പിന്നെ പേടിച്ചാൽ ഒത്തൂലത്. ചെറിയ കാക്കച്ച് കുട്ടി അത് ആകെ പാറി കളിച്ചാ. പിന്നെ അത് കൊത്തൂലേ. അതേമാതിരി കോയിനെ പിടിക്കാൻ പേടിയാ. പിടിച്ച കുഴപ്പമില്ല. അത് അങ്ങനത്തെ അത് പേടിയില്ല. കോഴിനെ ചെറിയ ഇഷ്ടമില്ല. അതിന് കോഴി കഴിക്കോ? കടിച്ചില്ല. അതെനിക്ക് തരണം. ഈ കോഴി ആട് പോത്ത് അങ്ങനത്തെ അതിന്റെ രോമങ്ങളൊക്കെ അലർജിയാ. അതുകൊണ്ടാണ് പിടിക്കാറ്. ഇമ്മ എന്റെ അമ്മ എപ്പോഴും പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബാബുന് ഇങ്ങനത്തെ സത്യത്തിൽ പേടിയാ. ഇപ്പൊ ഈ ഗെറ്റപ്പെട്ട് നോക്കണ്ട. കാക്ക പൂച്ച ഇതിൽ പിടിക്കാൻ കണ്ടാ തന്നെ
കാണും കുഴപ്പമില്ല. ഒന്ന് ചിലപ്പോ എടുത്തൊക്കെ വന്നാല് ഭയങ്കര പേടിയാ. പുക്കളൂന് കടിക്കാറ്. പുക്കളൂന് കടിക്കുന്നല്ല, ഇവരുടെ കുറെ വാക്കുകൾ ഈ പുക്കളു അത് ഓന്റെ ഭാഷയില് പുക്കളു. അതൊന്ന് സാധാരണ എനിക്ക് പറയാം. അതിന് പുക്കളില് കടിക്കുന്നില്ല പറഞ്ഞത്. അതായത് ഈ പണ്ടൊക്കെ നായി കഴിച്ചാല് നമ്മള് പുക്കളിന്റെ സൂചി അടിക്കൂലോ, അതാ പറയല്. അതിന് പിടിച്ചാൽ നിൽക്കണ്ട, അത് കടിച്ചാല് അതിന് ഇൻഫെക്ഷൻ വരും. അതിന് വേണ്ടി ഇഞ്ചക്ഷൻ വരും. ഇവര് കേട്ടതാണ് ഞാൻ ഈ പുക്കളൂന് സൂചി അടിക്കുന്നു പറഞ്ഞു. ഭാഷയാണത്. ഇജ്ജ് ഞാൻ പുക്കിള് ശരിക്ക് നമ്മളെ ഭാഷയാണ് പുക്കളു. ബാക്കിയാരും പറഞ്ഞ കേട്ടില്ല, ഇവ പറയത് പുക്കളൂന്ന്. ഈ പുക്കളു സംഭവില്ലേ, ഈ പൊക്കിളു നമ്മക്ക് ആവശ്യമില്ല, എപ്പോഴും വരാത്ത ഭാഷയല്ലേ, അത് കേൾക്കാത്താണ്. ഇജ്ജ് ആരോട് ചോദിച്ചോണ്ടി മലപ്പുറക്കാരോടൊക്കെ പുക്കളു ഇപ്പൊ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം നിങ്ങളുടെ ലൈഫ് തന്നെ മാറിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ഒരു ബിസിനസ് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതുപോലെ ലൈഫിൽ ഒരു ആഗ്രഹം സാധിക്കണം എന്ന് വിഷ് ചെയ്യുന്ന ഒരു ആഗ്രഹം എന്താണ്? ലൈഫിൽ ഏറ്റവും ആഗ്രഹം പറഞ്ഞാല് ഞങ്ങൾക്ക് കുട്ടികളില്ല, അപ്പൊ അതൊന്നും ഉണ്ടാകുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റ് അടിക്കും, ഒന്ന് അത് പറയും നിങ്ങൾ യൂട്യൂബ് എടുത്ത് നടന്നോളി, നിങ്ങൾക്ക് ഇങ്ങനെ കുട്ടികളുണ്ടാകുക. യൂട്യൂബും കുട്ടികളും യാതൊരു ബന്ധമില്ല. അതായത് നിങ്ങൾക്ക് അങ്ങനെ പറയാം, അങ്ങനത്തെ ഓരോ നിങ്ങൾക്ക് ഈ വീഡിയോ തന്നൊരു കാര്യമുണ്ടോ? അങ്ങനെ കുട്ടികളുണ്ടാകുക, നിങ്ങൾ തെറ്റിതാ നടക്കല്ലേ, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാകുക? കുട്ടികളില്ലാത്തതിനെ പറ്റി ഇമ്മയത്തോരെ കമന്റ് കേൾക്കുമ്പോ ആകെ ലൈഫിൽ ആഗ്രഹം അതുള്ളൂ. എത്ര മക്കളാ അറിയാം, ഒരുപാടൊക്കെ അറിയാം നമുക്ക് കുട്ടികളില്ലാന്ന്. എന്നാലും അടിയിലിങ്ങനെ എത്ര കുട്ടികളെവിടെ, എന്റെ കുട്ടികളെ കാണിക്കാത്ത, ട്രീറ്റ്മെന്റ് എടുക്കലില്ലേ? അത് അതൊരു ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. പബ്ലിക്കായിട്ട് വന്നിങ്ങാണ്ട് കുട്ടികളില്ല ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചോദ്യം കൂടിയപ്പം. ഇപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞ് ഒരു പരിപാടിക്ക് പോയാലും ഇങ്ങോട്ട് ചോദിക്കും കുട്ടികളില്ലാന്ന് അറിയാം, എന്നാലും ചോദിക്കും കുട്ടികളില്ലേ എവിടെയും കാട്ടിക്കൂടെ. 4 ആള് കൂടിക്കുന്ന ടൈമിലേക്ക് ആരും ചോദിക്കാം. എനിക്ക് ആദ്യമൊക്കെ ഇപ്പൊ ഞാൻ തന്നെ ഒറ്റക്കിരുന്നാണ്ട് വിഷമാവും. ലൈഫിൽ ഇനിയിപ്പോ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, ആ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ആളുകൾ, എനിക്കൊന്ന് കപ്പിൾസിനോട് കുട്ടികളായില്ലേ എന്ന് ചോദ്യം നിർത്താം. എനിക്ക് തോന്നുന്നു കാലഘട്ടം മാറി തുടങ്ങി. അത്തരം ചോദ്യങ്ങൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അത് ഇപ്പോഴും മനസ്സിലാവാൻ നിങ്ങളെത്ര കുട്ടികളെ നോക്കാത്തത്? ചില കമന്റ് കേട്ടാ നമുക്ക് ഇങ്ങനെ അളകും, നമ്മളെ കൈപ്പാട്ടിലൊക്കെ ആണെങ്കിലേ പെരത്തും. സത്യം നേരിട്ടൊന്നും ആരും ധൈര്യം കാണിക്കില്ല, അത് മുഖത്തൊക്കെ ചോദിക്കില്ല. യൂട്യൂബ് നടന്നാലും എങ്ങനെ കുട്ടികളുണ്ടാക്കുക? യൂട്യൂബ് അല്ലാതെ കുട്ടികളുണ്ടാക്കല്ലേ? സുക്കർബർഗ് ഒന്ന് എന്താ പറയാ, നമുക്ക് പഠിച്ചോ തരുന്നല്ലേ അല്ലേ? അതെ. ഇപ്പൊ കുട്ടികൾ നമ്മുടെ ഇടയിൽ ഇപ്പൊ ഒരു കുട്ടീന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ പറയും കുട്ടികൾ വേണ്ട, ചിലർ പറയും കുട്ടികൾ വേണം. നമുക്കിപ്പോ സത്യം പറയാ, നമുക്കിപ്പോ വേണ്ട വെച്ചിട്ടല്ല, ആകെ ലൈഫിലുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഒരു കുട്ടി വേണം. കറക്റ്റ് സമയത്ത് ബേബി എന്തായാലും വരും. ഞാനും ആഗ്രഹിക്കുന്നു ഇനി അടുത്ത ഇന്റർവ്യൂവിന് വരുമ്പോ ഒരു ബേബീസ് വരട്ടെ. അപ്പം രണ്ടുപേരും അടിപൊളി കപ്പിളാട്ടോ. നമ്മൾ ചില ആൾക്കാർ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കപ്പിൾ, വെയിറ്റ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ ഫീൽ ചെയ്യില്ലേ, അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്പിളാണ് നിങ്ങൾ. ആൻഡ് എസ് പറഞ്ഞത് ലൈഫിലൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആൻഡ് എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഇനിയും വ്ളോഗ്സ് ചെയ്യുക, വീഡിയോസ് ചെയ്യുക, ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ലൈഫിൽ അങ്ങോട്ട് സക്സസ് മാത്രം ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അപ്പോൾ ഇനിയും നമുക്ക് കാണണം, ഇനിയും നമുക്ക് ഇൻ്റർവ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനൊക്കെ സാധിച്ചത്. താങ്ക് യു സോ മച്ച്.